നമസ്കാരം. തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി ആദ്യകാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെടേണ്ടി വന്നിരുന്നു. ഇതിന് കാരണം പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലും കർണാടകത്തിലുമായി ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇയാൾക്ക് വേണ്ടി 13 വർഷത്തെ തിരച്ചിലിന് ഒടുവിൽ നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഖത്തറിലും വരെ NIA വല വിരിച്ചിരുന്നു. ഇയാൾക്കൊപ്പം ഒളിവിൽ പോയ ആൾ പിന്നീട് കീഴടങ്ങുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സവാദ് പിടിയിലായത്. അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഇത്രയും കാലം ഇയാൾ കഴിഞ്ഞു എന്നത് എല്ലാവരെയും നടുക്കുന്ന സംഭവമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടെ തന്നെയാണ് ഇയാൾ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞത്. 13 വർഷത്തെ ഒളിവു താമസത്തിൽ സവാദ് മറ്റൊരു കള്ളപ്പേരും സ്വീകരിച്ചു. ഭാര്യയും 2 മക്കളും ഇയാൾക്കുണ്ട്. കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള ബേരത്ത് ഇവിടെയുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ചൊവ്വാഴ്ച രാത്രി NIA സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സവാദ് എന്ന പേരും മറച്ചുവെച്ച ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെട്ടിച്ച് ഒളിവു ജീവിതം നയിച്ചത്. ബേരത്ത് ഖദീജ എന്ന വ്യക്തിയുടെ പേരുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായി സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ഒളിവു ജീവിതം കണ്ണൂർ ആയതും ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ PFI പ്രവർത്തകരുടെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീന മേഖല കൂടിയാണ്. അവർ അറിയാതെ കണ്ണൂരിൽ ഒരില അനങ്ങില്ല എന്നതാണ് വാസ്തവം. മുഖ്യമന്ത്രിയുടെ നാടും കണ്ണൂർ തന്നെ. മരപ്പണി ഉൾപ്പെടെയുള്ള കൂലിവേല ചെയ്തായിരുന്നു ജീവിതം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് 8 വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് വിവാഹവും കഴിച്ചിരുന്നു. ബേരത്തെ വാടക വീട്ടിൽ ഭാര്യയ്ക്കും 2 മക്കൾക്കൊപ്പമാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ നാട്ടുകാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല. ബേരത്ത് വരുന്നതിന് തൊട്ടു മുമ്പ് വിളക്കോടായിരുന്നു താമസമെന്നാണ് ഇയാൾ പറഞ്ഞതെന്ന് അയൽവാസികളും പറയുന്നു. നാട്ടുകാരോട് നല്ല രീതിയിലായിരുന്നു ഇടപെടലെന്നും ചോദിച്ചതിനു മാത്രം മറുപടി പറയുന്ന പ്രകൃതമായിരുന്നെന്നും അയൽവാസികൾ പറഞ്ഞു. ഒരു NDF പ്രവർത്തകനാണ് സവാദിന് ജോലി ശരിയാക്കി നൽകിയതെന്നും ഇവരാണ് സവാദിനൊപ്പം ജോലി ചെയ്തിരുന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം തന്നെയാണ് ഇതുവരെ ഇയാളെ പിടികൂടാതെ ഇരിക്കാനും ഇടയാക്കിയത്. ലോക്കൽ പോലീസിനെയും അറിയിക്കാത്ത അതീവ രഹസ്യമായ ഓപ്പറേഷനിലാണ് സവാദിനെ പിടികൂടിയത്. വ്യക്തമായ ആസൂത്രണത്തോടെ അതീവ രഹസ്യമായാണ് സവാദിനെ അറസ്റ്റ് ചെയ്യാൻ NIA സംഘം കണ്ണൂരിലെത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി NIA സംഘം കണ്ണൂര് ക്യാമ്പ് ചെയ്തിരുന്നു. സവാദിന്റെ താമസ സ്ഥലവും നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷം ചൊവ്വാഴ്ച രാത്രി ക്വാർട്ടേഴ്സിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് NIA കൈമാറിയത്. ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല. അറസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷമാണ് ലോക്കൽ പോലീസ് പോലും വിവരമറിയുന്നത്. കൃത്യം നടന്നതിന് പിന്നാലെ ഇയാൾ ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കടന്നതായുള്ള വിവരവും പുറത്തു വന്നിരുന്നു. എന്നാൽ 13 വർഷവും സവാദിനെ കണ്ടെത്താനായില്ല. ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് കരുതിയിരിക്കെയാണ് മട്ടന്നൂരിൽ നിന്ന് പിടിയിലാകുന്നത്. മട്ടന്നൂർ പോലൊരു മേഖലയിൽ ഇത്രയധികം കാലം ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർഗോഡ് നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെന്നത് വലിയ വീഴ്ചയാണ്. ആരും അറിയാതെ ഇത്രയധികം വർഷങ്ങൾ ഒളിവിൽ കഴിയാൻ മറ്റാരുടെയെങ്കിലും സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കേസിലെ 1-ാം പ്രതിയായ സവാദ് അറസ്റ്റിലാകുന്നത് കേസിലെ മറ്റു പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ശേഷമാണ്. 2 ഘട്ടങ്ങളിലായി വിചാരണ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും 1-ാം പ്രതിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA തുക പ്രഖ്യാപിച്ചിരുന്നു. സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. നേപ്പാളിലും പാകിസ്ഥാനിലും ഖത്തറിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല. നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാവുകയായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുമ്പ് കീഴടങ്ങുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന.
പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ പൂട്ടിയതോടെ ഫണ്ടിംഗ് നിലച്ച് കണ്ണൂരിൽ എത്തിയതായിരിക്കാമെന്നാണ് NIA-യുടെ കണക്കുകൂട്ടൽ. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കാണ് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത്. ആദ്യം 4 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് തുക 10 ലക്ഷമാക്കി ഉയർത്തിയത്. 54 പ്രതികളുള്ള കേസിൽ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി. ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട 18 പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു. നന്ദി.